ഈ മെഹുവ മൊയ്ത്ര TMCയുടെ MP ആണ്. MP എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധയായ തീപ്പൊരിയാണ്, വിവാദ നായികയാണ്. കഴിഞ്ഞ പ്രാവശ്യം MP ആയിരുന്നപ്പോൾ, കഴിഞ്ഞ പാർലമെൻറ്റിൽ MP ആയിരുന്നപ്പോൾ പാർലമെൻറ്റ് അംഗത്തിൻ്റെ രഹസ്യ പാസ്വേഡുകൾ പുറത്ത് കൊടുത്തു. അതിൻ്റെ പേരിൽ MP സ്ഥാനം നഷ്ടപ്പെട്ടു. വീണ്ടും മത്സരിച്ച് ജയിച്ചു വന്നു. ഇപ്പോൾ ഈ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, എനിക്ക് സാറിനോടൊരു ക്ലാരിഫിക്കേഷൻ, ഞാനത് പറഞ്ഞു കേട്ടതാണ്. അവർക്ക് ഈ ആൻഡേഴ്സൻ്റെ കമ്പനിയുമായി, ഹിൻഡൻബർഗുമായി ബന്ധമുണ്ടെന്നും അതിൻ്റെ പിന്നിൽ നമ്മൾ വിചാരിച്ചതുപോലെ ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ ജോർജ് സോറോസോ മാത്രമല്ല ഇസ്ലാമിസ്റ്റുകളും ഉണ്ട് എന്ന് ഒരു പറഞ്ഞു കേട്ടു. ഇതിനകത്ത് എന്തെങ്കിലും വസ്തുതയുണ്ടോ? വസ്തുതയുണ്ട് എന്ന് മാത്രമല്ല, മാരിസ ആൻഡേഴ്സ്, ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞ നാഥൻ ആൻഡേഴ്സൻ്റെ ധർമ്മപത്നിയായ മാരിസ സെഗലും മൊയ്ത്രയുമായി 12 വർഷക്കാലം JP മോർഗനിൽ ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഇവർ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു മൊയ്ത്ര. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഇവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് വരുന്നത്. അത് അതിൻ്റെ ഒരു കാര്യം. അത് മാത്രമല്ല, നമ്മൾ മൊയ്ത്രയെക്കുറിച്ച് പറയുമ്പോൾ തീപ്പൊരിയാകുമ്പോൾ ആണെന്ന് പറയുന്നതിനൊപ്പം തന്നെ അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോൾ വല്ലാത്ത ചില ദുരൂഹതകൾ, ചില ആളുകളുമായിട്ടുള്ള ലിവിങ് ടുഗദർ, അല്ല അത് പോയിക്കോട്ടെ, അതല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇവർ അതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ പേഴ്സണൽ ഇഷ്യൂ, അത് നമ്മൾ നോക്കണ്ടെന്ന് വെക്കാം. പക്ഷെ അവരുടെ പബ്ലിക് ലൈഫിലുള്ള ഒരു ക്രിമിനൽ റിലേഷൻ ഉണ്ട് അവർക്ക്. അതാണ് ഏറ്റവും അപകടം പിടിച്ചൊരു കാര്യം. ആൻഡേഴ്സന്റെ ഭാര്യയുമായി ഒരുമിച്ച് ജോലി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഉണ്ട്. കാരണം അവർ ഇപ്പോൾ അവർക്കെതിരെ ഓൺട്രിയോ സുപ്രീം കോർട്ടിൽ കേസ് വന്നിട്ടുണ്ട്. ആൻഡേഴ്സന്റെ ഭാര്യയ്ക്ക്, മാരിയോയ്ക്കെതിരെയും ആൻഡേഴ്സിനെതിരെയും ആൻഡേഴ്സന്റെ കമ്പനിക്കെതിരെയും കേസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് വളരെ ഹിൻഡൻബർഗ് പൂട്ടിയത്. അല്ലല്ല, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഡിഫോമേഷൻ കേസാണ്. ആ സീരിയസ് ആയിട്ടുള്ള ഡിഫോമേഷൻ കേസിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല കമ്പനികളുടെയും, ഫൈനാൻസ് സ്ഥാപനങ്ങളുടെയും, ഹെഡ്ജ് ഫണ്ട് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും, ഈ ഹെഡ്ജ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതൊന്നും പറഞ്ഞാൽ കൊള്ളാം, നമ്മുടെ ഈ ഹെഡ്ജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. നാട്ടുകാരുടെ അടുത്ത് പണം വാങ്ങിയിട്ട് ഇക്വിറ്റി ഷെയറിലല്ലാത്ത ഷെയറിൽ മുടക്കുന്നതാണ്. ഓൾട്ടർനേറ്റീവ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഹെഡ്ജ് ഫണ്ട്. അപ്പോൾ ഇതിനൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള പണം ലാഭമായിട്ട് കിട്ടും. റിസ്ക് എന്താണെന്ന് വെച്ചാൽ മുഴുവൻ പോകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുമില്ലാതെ പോകാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവരുടെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധാരണക്കാരനല്ല, മൾട്ടി ബില്യനേഴ്സാണ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരൊക്കെയാണ് ഹെഡ്ജ് ഫണ്ടിങ്ങിൻ്റെ ഇൻവെസ്റ്റേഴ്സ്. അവരുടെ പണം വാങ്ങിയിട്ട് ആ പണം വാങ്ങിക്കുന്നതിനെ ഇവർക്ക് സർവീസ് ചാർജ് ആയിട്ട് 2% സർവീസ് ചാർജ്. നിങ്ങൾ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 2%, അല്ലെങ്കിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 രൂപ അവരുടെ സർവീസ് ചാർജാണ്. പ്രോഫിറ്റിൻ്റെ 20% ഈ കമ്പനിക്ക് കിട്ടും. ഭയങ്കരമാണ് അതിൻ്റെ സംഭവം. അതിലാണ് ആൻസൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ടാക്കി, അതിലാണ് ഈ നെയ്റ്റ് ആൻഡേഴ്സൺ അഥവാ നാഥൻ ആൻഡേഴ്സൺ ജോലി ചെയ്യുന്നത്. നാഥൻ ആൻഡേഴ്സൻ്റെ ജോലി അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് കരിയർ ആരംഭിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സബ്സിഡിയറി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലാണ് ഹിൻഡൻബർഗ് തുടങ്ങുന്നത്. ഹിൻഡൻബർഗിനും ഇവർക്കും കൂടിയുള്ളൊരു കോമൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഹിൻഡൻബർഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ കമ്പനികളുടെയും വലിയ ഫൈനാൻഷ്യൽ ഡീലിങ്സ് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഷെയർ വാല്യൂ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ കൂട്ടുകയും കുറക്കുകയും ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനെന്താ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയെക്കുറിച്ച് ഒട്ടും ശരിയല്ലാത്ത കാര്യങ്ങൾ, ഫാൾസ് കണ്ടൻറ്റ് പ്രചരിപ്പിക്കും. അത്തരത്തിലുള്ള ഫ്രോഡ് നടത്തുന്നതിൻ്റെ ഇൻവെസ്റ്റിഗേറ്ററായിട്ടാണ് ആൻഡേഴ്സൺ വരുന്നത്, നാഥ് ആൻഡേഴ്സൺ വരുന്നത് ഈ ഹിൻഡൻബർഗ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ മോയിസ് കാസം
എന്ന് പറയുന്ന ഒരു കനേഡിയൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പേർട്ടുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്തത്. മോയിസ് കാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മൾട്ടി ബില്യണയറായി കാനഡയെ ആകെ സാമ്പത്തികമായിട്ട് നിയന്ത്രിച്ച് നിൽക്കുന്നൊരു വൻ ശക്തിയാണ്. അയാളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കനേഡിയൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഒരുപാട് ഈ NGOകൾ ഉണ്ടാക്കിയിട്ട് ലോകത്തിലെ വിവിധ സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിൽ ധനസഹായം കൊടുക്കുന്നുണ്ട്. ആരോഗ്യരംഗത്ത് ധനസഹായം ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഈ സ്കൂൾസിന് ഫണ്ടിങ് കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനൊരു NGO ഉണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കാനഡയിലെയും യൂറോപ്പിലെയും പല യൂണിവേഴ്സിറ്റികളിലേക്കും വലിയ രീതിയിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫണ്ട് കൊടുത്തതിന് ശേഷം ആ ഫണ്ട് വെച്ചിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റിസർച്ച് ഇൻ ഇസ്ലാമിക് സ്റ്റഡീസാണ് പ്രധാനപ്പെട്ട പരിപാടി. അതിനു വേണ്ടിയാണ് ഈ ഫണ്ട് കൊടുത്തിട്ട് അതിൽ സ്കോളേഴ്സ് എടുക്കുന്നു, അതിൽ സ്റ്റുഡൻസിനെ എടുക്കുന്നു, അതിൽ ടീച്ചേഴ്സിന് ഫെലോഷിപ്പ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എമിരിറ്റസ് പ്രൊഫസേഴ്സായിട്ട് പലവരെയും നിയമിക്കുന്നു. അങ്ങനെ എമിരിറ്റസ് പ്രൊഫസറായിട്ട് ടൊറൻറ്റോ സർവകലാശാലയിൽ ഇദ്ദേഹം ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ അസീസ് ഷഹദീന എന്നാണ്. ഇദ്ദേഹത്തിനൊരു ഇന്ത്യ ബന്ധമുണ്ട്. ഇദ്ദേഹം ഒറിജിനലി ഇറാനിയനാണ്, ഇപ്പോൾ അമേരിക്കൻ സിറ്റിസനാണ്, ഇറാനിയൻ പൗരത്വമുണ്ട്. ഇദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇദ്ദേഹം ഡിഗ്രി എടുത്തിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് മറ്റൊരു സവിശേഷതയായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്രാൻഡ് അയത്തുള്ള ഖുമേനി, ആ ഗ്രാൻഡ് അയത്തുള്ള ഇദ്ദേഹത്തിൻ്റെ ക്ലാസിക് ഇസ്ലാമിക പാരമ്പര്യത്തിലും പാണ്ഡിത്യവും അംഗീകരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ബഹുമതി കൊടുത്തിട്ടുണ്ട്. അലിഗഡിൽ പഠിച്ച് കിട്ടിയ പാണ്ഡിത്യം അല്ല, അത് കൂടാതെ പറയാമല്ലോ. അലിഗഡിൽ നന്നായിട്ട് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇറാനിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ചെയർമാനുമാണ് പുള്ളി. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വിജ്ഞാനങ്ങളും ഖുറാനിൽ നിന്നുണ്ടായതും ഖുറാനിൽ അവസാനിക്കുന്നതുമാണ് എന്നാണ് അവിടുത്തെ റിസർച്ചിൻ്റെ രത്നച്ചുരുക്കം. അവിടെ തുടങ്ങി അവിടെ തീരും. അല്ല, അവിടെ ഇപ്പോഴും ഈ ഖുറാനിൽ എപ്പോഴും പറയുന്ന ഭൂമി പരന്നതാണെന്നാണ്. അതെ, അതിന് അവരുടെ വാദം എന്താണെന്ന് വെച്ചാൽ മറിച്ചുള്ളതിന് ഇൻകൺക്ലൂസീവായ തെളിവില്ലെന്നാണ് പറയണത്. ഇതൊക്കെ നമ്മൾ പറയുന്നതാണ്. അള്ളാഹു പറഞ്ഞത് എങ്ങനെ തെറ്റും എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു പറഞ്ഞത് തെറ്റില്ല എന്നുള്ളതാണ്. അതായത് ശാസ്ത്രവും സാമൂഹിക ശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും അടക്കമുള്ള സകല വിജ്ഞാന മേഖലകളും അള്ളാഹുവിൻ്റെ അരുളപ്പാടിനനുസരിച്ച് മാത്രം നീങ്ങുന്നതാണ് എന്ന വിജ്ഞാനം അത് വിവിധ മേഖലകളിലേക്ക് പ്രയോഗിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഒരു മാന്യനാണ് ആര്? നേരത്തെ പറഞ്ഞ ഈ അബ്ദുൽ അസീസ് ഷഹദീന എന്നാണ്. ഷഹദീന ദേന ദാനി എന്ന് എന്താണെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് ടൊറൻറ്റോ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിരിക്കുന്നത്. ഇവരുടെയൊക്കെ കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം അതിൻ്റെ യഥാർത്ഥ ശക്തിയിലെത്തണം എന്നുണ്ടെങ്കിൽ അത് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണം എന്നുള്ളതാണ്. അതിന് പണം മുടക്കുന്ന ഒരു നന്മമരമാണ് കാസാം. ആ കാസമിൻ്റെ ഭാര്യയാണ് മാരീസ ഷേഗൽ. ആ മാരീസ ഷേഗലുമായിട്ടാണ് ദീർഘകാല ബന്ധമുണ്ട് എന്ന് മാത്രമല്ല അവരുടെ ബിസിനസ് അസോസിയേറ്റുകൾ കൂടിയാണ് മെഹുവ മൊയിത്ര. ഈ പശ്ചാത്തലവും കൂടി നോക്കണം. നമ്മൾ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ഹിൻഡൻബർഗിനെ കുറിച്ച് പറയുമ്പോൾ ഹിൻഡൻബർഗ് മറ്റവും പൂട്ടാനുള്ള കാരണം എന്താണ്? കാരണം അവിടെ കേസ് വന്ന് ഇത് വീണ് കഴിഞ്ഞാൽ ഈ പണം മുഴുവൻ പോവും. കാരണം ഒരു വളരെ സീരിയസ്
ഇതാണ് ഡിഫോമേഷൻ കേസാണ്. ചിലപ്പോൾ മില്യൺസ് ആയിരിക്കും, ചിലപ്പോൾ അല്ല മില്യൺസ് അല്ല, ഈ മുഴുവൻ വിറ്റ് കഴിഞ്ഞാലും തീരില്ല. അപ്പോൾ അതിൽ പിടി വീഴുന്നതിന് മുൻപ് ഈ കമ്പനി ഡിസ്പേഴ്സ് ചെയ്ത് ഈ ഫണ്ട് ഡൈവേർട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി ഇവൻ ചെയ്ത അഭ്യാസമാണ് ഈ പറയുന്നത്. അല്ല ഇവൻ ഈ കമ്പനി കൊടുക്കുന്നത് എന്താണ് ഇവൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2007 ഈ ആൻസൺ ഗ്രൂപ്പ് എന്നും പറഞ്ഞ് തുടങ്ങുന്നത്. 2007 തുടങ്ങിയിട്ട് 2025 ഇവൻ ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻസൺ ഗ്രൂപ്പ് മറ്റവൻ്റെയാണ്, മറ്റേ ഹിൻഡൻബർഗ് തുടങ്ങുന്നത് അല്ല, മറ്റവൻ്റെ ഇതില്ലേ കാസമിൻ്റെതാണ് 2007 ആൻസൺ എന്നുള്ള ക്യാൻഡ്. ഹിൻഡൻബർഗാണ് നാഥ് ആൻഡേഴ്സൻ്റെ. അവിടെ തെറ്റരുത്. ഇല്ല, ഇത് 18 തുടങ്ങിയ സ്ഥാപനമാണ്. 7 കൊല്ലമായിട്ടുള്ള 25 പൂട്ടി. അതിനിടയിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനേകം കമ്പനികളെയും ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളെയും തകർക്കുന്നതിന് വേണ്ടി സഹായിച്ചു. അതിലാണ് ഈ മറ്റേ നാഥൻ ആൻഡേഴ്സണിൻ്റെ പ്രത്യേകത എന്താണ്? അയാൾ ജൂതനാണ്. ജോർജ് സോറോസും ജൂതനാണ് എന്ന് മാത്രവുമല്ല, ഇയാൾ ഒരു വർഷക്കാലം 2004-2005 വർഷക്കാലം, ആ ഒരു വർഷം ഇയാൾ ഇസ്രയേലിൽ ആംബുലൻസ് ഡ്രൈവറായി ജോലി നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡീസിൽ നിന്നാണ് ഇവർ MBA എടുത്തിട്ടുള്ളത്. രണ്ടുപേരും MBA എടുത്തിട്ടുള്ള ഒരേ സ്ഥലത്ത് നിന്നാണ്. കാസമും ഇവനും MBA എടുത്തിരിക്കുന്നത് ഒരേ സ്ഥലത്ത്, ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് സ്റ്റഡീസിൽ നിന്നാണ്. അവിടെ നിന്ന് MBA എടുത്തതിന് ശേഷം 2 കൂട്ടരും ഹെഡ്ജ് ഫണ്ടിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരാൾ എന്ത് ചെയ്ത് ഈ നെയ്റ്റ് ആൻഡേഴ്സൺ അതിൻ്റെ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവുകയും എന്നിട്ട് അതും ഒരു അഭ്യാസമായിരുന്നു. എന്തായിരുന്നു അഭ്യാസം എന്നറിയാമോ? 1-2 കേസുകളിൽ ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷനിൽ വന്നിട്ട് ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റർ ആണെന്നൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് തെറ്റായ കാര്യങ്ങൾ കൊടുത്തു. ആ തെറ്റായ കാര്യങ്ങൾ ഫാൾസ് കണ്ടന്റ് എഴുതി. ഇതാണ് പരാതി. അപ്പോൾ കാസം എന്ത് പറഞ്ഞെന്നറിയാമോ? ഈ ഫാൾസ് കണ്ടന്റ് മുഴുവൻ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ നെയ്റ്റ് ആൻഡേഴ്സൻ്റെതാണെന്ന് പറഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവൻ അത് പിടി വീഴുമെന്ന് ഉറപ്പ് വന്നപ്പോഴേക്കും ഈ സാധനം വിട്ടുകളയാണ് ചെയ്തത്. അപ്പോൾ അതായത് മറ്റേ ഈ ആൻഡേഴ്സൻ്റെ ഹിൻഡൻബർഗാണ് ഈ വ്യാജ ഡോക്യുമെൻറ്റും വ്യാജ ഇൻഫർമേഷൻസും മുഴുവൻ ഗാദർ ചെയ്ത് ഇവർക്ക് കൊടുത്തത്. കാസമിന് കൊടുത്തത്. കാസമതി എന്ന് പറഞ്ഞ് ഞാനെല്ലാം ഇത് ക്രിയേറ്റ് ചെയ്തേക്കണ അത് വാക്കെന്താണെന്നറിയാമോ? അതിനകത്ത് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇറ്റ് ഹാസ് ബീൻ ഡിക്റ്റേറ്റഡ് ബൈ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇത് ആൻസൺ ഡിക്റ്റേറ്റഡ് ഹിൻഡൻബർഗ് ഡിക്റ്റേറ്റഡ് ദ കണ്ടന്റ് ടു ഗെറ്റ് ദ ഇൻഫർമേഷൻ റിഗാർഡിങ് സർട്ടൻ ഫിനാൻഷ്യൽ കമ്പനീസ്. ആ കമ്പനികളൊക്കെ തകരുകയും ചെയ്ത് അവരാണിപ്പോൾ പോയിരിക്കുന്നത് ഫാൾസ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട്. അല്ല, അദാനിയുടെ കാര്യത്തിലും ചെയ്തു. അത് തന്നെ അദാനിയുടെ കാര്യത്തിൽ അത് തന്നെ ചെയ്ത്. ഇനി എനിക്ക് ഇതിനകത്ത് ഇത്രയും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരൊറ്റ ചോദ്യമുള്ളത്, ഇവർ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ മറ്റെന്താണ് സോറസ് ആയാലും ഈ നെയ്റ്റ് ആൻഡേഴ്സൺ ആയാലും മറ്റേ എന്താണ് കാസമായാലും പണിയെടുക്കുന്നതിന് കൃത്യം കാശ് കൊടുത്തിട്ടുണ്ട്. പറ്റിയിട്ടില്ല, അക്കാര്യത്തിൽ പറ്റിയിട്ടില്ല. അല്ല, ഒരു പറ്റിക്കലുമില്ല. ഒരു വാക്ക് അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് $1 അവർ കൊടുത്തിട്ടുണ്ടാവും. അല്ല, സോറോസ് ഒന്നുമില്ല ഇന്ത്യയിലുള്ള മാധ്യമം. അല്ല, അപ്പോൾ എൻ്റെ ചോദ്യം എന്താണെന്ന് അറിയാമോ സുനിലേ? എൻ്റെ ചോദ്യം, രാഹുൽ ഗാന്ധിക്ക് ഈ വകയിൽ എന്ത് കിട്ടിയിട്ടുണ്ട് എന്ന് കൂടി അറിയാൻ താല്പര്യമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ആൾ. കാരണം ഇത് ഹിൻഡൻബർഗിന് വേണ്ടിയിട്ട് ഇത്രയേറെ വർക്ക് ചെയ്ത ഒരാൾ വേറെയില്ല. അതെ, ഹിൻഡൻബർഗിൻ്റെ കമ്പനികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവർക്കും നന്നായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നവരാണ്. അവർ ഒരു സർവീസും സൗജന്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവും ഹിൻഡൻബർഗിൻ്റെ ശമ്പളക്കാരനാണെന്നാണോ സാർ പറയുന്നത്? എന്നല്ല, എന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. ശമ്പളം അല്ലാതെ എന്ത് കിട്ടിയിട്ടുണ്ട്? കാരണം ഞാൻ ഈ കാര്യത്തിൽ എനിക്ക് വിശ്വാസം ആരെയെന്നറിയാമോ? ഹിൻഡൻബർഗിനെയും സോറസിനെയാണ്. കാരണം അവർ കാശ് കൊടുക്കുന്നു, പണിയെടുത്ത കാശ് കൊടുക്കുന്നതാണ്. ആ പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും ഞങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞങ്ങൾ പേ ചെയ്തിട്ടുണ്ട്. അല്ലാതെ സൗജന്യമായിട്ട് ഒരു കാര്യവും ചെയ്യിച്ചിട്ടില്ല. അങ്ങനെ സൗജന്യമായിട്ട് ഒരു കാര്യവും ചെയ്യിക്കാത്ത ഈ കമ്പനികൾ. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? നെയ്റ്റ് ആൻഡേഴ്സൺ വരുന്നു, മോയിസ് കാസം വരുന്നു,
പിന്നെ മൊയ്ത്ര വരുന്നു, മരീസ വരുന്നു, രാഹുൽ ഗാന്ധി വരുന്നു. ഇവരുടെ എല്ലാം മെഗാഫോണായ രാഹുൽ ഗാന്ധി വരുന്നു. ഇന്ത്യയിൽ ഇതിനു വേണ്ടി ഇത് തൊടുത്ത സമയത്ത് ആദ്യമേ തന്നെ പറഞ്ഞു ഇത് ഫാൾസ് ആണെന്ന് പറഞ്ഞു. ആര്? അദാനി പറഞ്ഞല്ലോ ഇത് തെറ്റാണ്. അദാനി ശരിയാണെന്ന് വന്നല്ലോ. അതെ. അപ്പോൾ ഈ തെറ്റ് പ്രചരിപ്പിച്ചതിന് വേണ്ടി അവർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. അതെ, അവർക്ക് ലാഭം ഉണ്ടായി. അവർ ലാഭത്തിൻ്റെ വിഹിതം ഇവർക്ക് കൊടുക്കുന്നവരാണ്. ഈ ഹെഡ്ജ് ഫണ്ടിങ് ഡീൽ ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങൾ, കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഹ്യൂജ് മണിയാണ് വരുന്നത്. അല്ല, 10 പൈസയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. അതെ. സുനിലിൻ്റെ കാശ് ഞാൻ എടുക്കുന്നു, ഞാനത് ചെയ്യുന്നു. സുനിലിൻ്റെ കാശ് എൻ്റെ കയ്യിൽ കിടക്കുന്നിടത്തോളം കാലം റീറ്റെയിനർ ഫീസായിട്ട് സുനിൽ അതിൻ്റെ 2% വെച്ച് തന്നുകൊണ്ടിരിക്കുന്നു. സുനിലിന് അതിൽ നിന്ന് 100 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 20 രൂപയും കൂടി എനിക്ക് കിട്ടുന്നു, 20% കമ്മീഷൻ കിട്ടുന്നു. അപ്പോൾ അങ്ങനെ ഹ്യൂജ് ഫണ്ടുണ്ട്. അപ്പോൾ ഈ ബിസിനസ് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ നുണ പ്രചരിപ്പിക്കാൻ ആൾ വേണം. ആ നുണ പ്രചരിപ്പിക്കാൻ ആൾ ഉള്ളവർക്ക് എല്ലാവർക്കും അട്രാക്റ്റീവ് പേയ്മെൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അവരങ്ങനെയാണ് പറയുന്നത്. ഈ കാര്യത്തിൽ എനിക്ക് അവരെയാണ് വിശ്വാസം. അതെ, സ്വാഭാവികമായും. കാരണം അവരിതിൽ കളവ് പറയില്ല. ഇതിനകത്ത് ഈ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇത് ഭയങ്കര ടെക്നിക്കലാണ്, ഹൈലി ടെക്നിക്കൽ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ ജനത്തിന് ഇതൊന്നും മനസ്സിലാവത്തില്ല. സാധാരണ ജനത്തിന് മനസ്സിലാകില്ല. പക്ഷേ അവർ പറയുമ്പോഴാണ്, അതുകൊണ്ടാണ് നമ്മളിത് പറയാൻ കാരണം. ആരൊക്കെ വരണ്ടെന്ന് നോക്കിയേ. അതെ. നമ്മളൊരു ദിവസം കാരണം മൊയ്ത്ര വരുന്നു. മൊയ്ത്ര അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, മൊയ്ത്ര കരയുന്നു, നെഞ്ചത്തടിക്കുന്നു, മൊയ്ത്ര അത് ചെയ്യുന്നു, മൊയ്ത്ര ഇത് ചെയ്യുന്നു. ആ മൊയ്ത്ര മാരിസയുടെ കൊളീഗാണ്. മറ്റേ ഇതിൽ എന്താണ് അതിൻ്റെ പേര്, നേരത്തെ പറഞ്ഞ കമ്പനി, ആ ഒരു വലിയ ഫിനാൻസ് കമ്പനി, വലിയ ഫിനാൻസ് കമ്പനി ഇല്ലേ ലോകത്തുള്ള, JP മോർഗനിൽ അതിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അതേ സ്ഥാപനത്തിൽ JP മോർഗനിൽ മാരിസയും ഉണ്ടാകുന്നു. ഇവർ ക്ലോസ് ഫ്രണ്ട്സ് ആകുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, മാരിസയാണ് കാസമിൻ്റെ എല്ലാ ഈ എന്താണ് നന്മമര പരിപാടികളും ചെയ്യുന്നത്. ഏതായാലും ഇതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിയൊക്കെ രക്ഷപ്പെടും. കാരണം ജനത്തിന് മനസ്സിലാവത്തില്ല. പക്ഷേ എത്ര കാലം പറ്റും? ഇപ്പോൾ ഹിൻഡൻബർഗ് പൂട്ടിയല്ലോ. പൂട്ടിയതിൻ്റെ കാരണം എന്താണെന്ന് പറയണമല്ലോ. അത് പറയൂലല്ലോ. ഞാൻ അതേക്കുറിച്ച് മിണ്ടില്ല. ഹിൻഡൻബർഗ് പൂട്ടി. എന്താണ് പൂട്ടിയതിൻ്റെ കാരണം? പൂട്ടിയതിൻ്റെ കാരണം ഇതാണ്. നുണ പ്രചരിപ്പിച്ച് ആ നുണ കാസമിന് കൊടുത്ത് കാസമിൻ്റെ പേരിൽ കേസ് വന്ന് കാസം പെരുവഴിയിലാകും എന്ന് പറഞ്ഞപ്പോഴേക്കും കാസം ഉള്ളത് വിളിച്ച് പറഞ്ഞു, എനിക്ക് തന്ന് ഇവനാണെന്ന് പറഞ്ഞ്. എന്നാൽ അതേ കമ്പനി ഇല്ല. ഇനി എവിടെ നിന്ന് കാശുണ്ടാക്കും ഇവർ? കമ്പനി ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഡീലും ഇല്ല, ഒന്നുമില്ല. ഏതായാലും ഇത് പിടിക്കപ്പെടാൻ എളുപ്പമല്ലാത്ത കള്ളങ്ങൾ കാണിച്ചുകൊണ്ട് രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും അട്ടിമറിക്കുക എന്നുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഏറ്റവും വലിയ സങ്കടം, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് പങ്കെടുക്കുന്നു എന്നുള്ളത് ആക്റ്റീവ് പാർട്ട്ണർഷിപ്പാണ്. അത് അപമാനകരമാണ്. അതെ. കോൺഗ്രസ്സിൽ ആരെങ്കിലും നന്മ ഉള്ളവർ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന കാര്യം അവരന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പായും സാറിന് നിരാശയായിരിക്കും ഫലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.